الله أكبر الله أكبر الله أكبر أكبر. أشهد أن لا إله إلا الله. أشهد أن لا أشهد أن محمدًا رسول الله. أشهد أن محمدًا رسول الله. حي على الصلاة. حي على الصلاة. حي على الفلاح. حي على الفلاح. الله أكبر الله أكبر. لا إله إلا الله. السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له
وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين गुज़श्ता खुतबे में ये जिक्र हो रहा था कि अमली इस्लाह के लिए जो रोकें राह में हायल हैं जो असबाब കർമ്മപരമായ സംസ്കരണത്തിന് മാർഗതടസ്സമാവുന്നതും വീണ്ടും വീണ്ടും നമ്മെ പിന്തിരിപ്പിക്കുന്നതുമായ കാര്യങ്ങളെ മറികടക്കുന്നതിന് बारे में ये बयान किया गया था ആവശ്യമായ വിഷയങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ പ്രതിപാദിച്ചിരുന്നത്. कुव्वत इरादी അഥവാ മനുഷ്യനിൽ इल्म और ഇച്ഛാശക്തിയും ശരിയായതും പൂർണ്ണവുമായതുമായ അറിവും अमली इस्लाह की बुराइयों का मुकाबला കർമ്മശേഷിയും ഉണ്ടാവുകയാണെങ്കിൽ क्योंकि अमाल की कमजोरी കർമ്മപരമായ वक्त है ന്യൂനതകൾക്കെതിരിൽ പോരാടാൻ സാധിക്കുന്നതാണ് എന്നും പറഞ്ഞിരുന്നു. എന്തുകൊണ്ടെന്നാൽ കർമ്മങ്ങളിൽ ന്യൂനതകൾ ഉണ്ടാകുന്നത് തന്നെ ഇച്ഛാശക്തി ഇല്ലാതാകുമ്പോഴാണ്. अच्छे अमाल क्या हैं അല്ലെങ്കിൽ और बुरे अमाल क्या हैं और अच्छे अमाल സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും ഏതൊക്കെയാണ് എന്ന് അറിവില്ലാതിരിക്കുമ്പോഴാണ്. किस तरह बजा लाना സൽക്കർമ്മങ്ങൾ നേടിയെടുക്കേണ്ടത് എങ്ങനെയാണ് എന്നും बुरे अमाल को അത് പ്രാവർത്തികമാക്കുകയും किस तरह कोशिश करनी है ദുഷ്കർമ്മങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിന് എങ്ങനെയാണ് പരിശ്രമിക്കേണ്ടത് എന്നും हो कि बुराई തിന്മകളുമായി പോരാടാൻ കഴിവില്ലാത്ത വിധം ഇച്ഛാശക്തി ദുർബലപ്പെട്ടു പോകുമ്പോഴുമാണ് കർമ്മങ്ങളിൽ ന്യൂനതയുണ്ടാകുന്നത്. इल्मी कमजोरी को दूर करना और ആകയാൽ ഇച്ഛാശക്തിയെ ശക്തിപ്പെടുത്തുകയും पैदा करना വൈജ്ഞാനികമായ കുറവുകൾ ദൂരീകരിക്കുകയും കർമ്മശേഷിയെ പുഷ്ടിപ്പെടുത്തുകയും ചെയ്യേണ്ടത് അത്യന്തം അനിവാര്യമാണ്. और अगर കർമ്മശേഷി इंसान പരിശ്രമങ്ങൾ മുഖേനയാണ് ഉണ്ടാകുന്നത്. तो फिर ഇനി അഥവാ മനുഷ്യൻ അത്യന്തം ബലഹീനനാണെങ്കിൽ ബാഹ്യ ശക്തികളുടെ സഹായം മുഖേനയും ശക്തിപ്പെടുത്താൻ സാധിക്കുന്നതാണ്. इन बातों का गुज़श्ता खुतबे में जिक्र हो चुका है. इस बारे में എന്തായാലും बाज ഈ വിഷയ സംബന്ധമായി കഴിഞ്ഞ ഖുത്ബകളിൽ പരാമർശിക്കപ്പെട്ടു കഴിഞ്ഞതാണ്. जैसा कि मैंने गुज़श्ता ഈ വിഷയ സംബന്ധമായി ചില വിശദീകരണങ്ങൾ इस बारे में ഉദാഹരണങ്ങളിലൂടെ ഞാനിന്ന് പറയുന്നതാണ്. बात करनी है ഈ വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടത് അനിവാര്യമാണെന്നും ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞിരുന്നു. के लिए जिन 3 बातों की जरूरत है उनमें सबसे കർമ്മപരമായ പരിഷ്കരണത്തിന് इरादी ആവശ്യമായ 3 കാര്യങ്ങളിൽ ये ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രഥമവുമായത് ഇച്ഛാശക്തിയാണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. होगी. ഈ ഇച്ഛാശക്തി എന്താണ്? इरादी के बारे में कहा जा रहा है कि ये क्या चीज है. നമ്മിൽ പലർക്കും തന്നെ ये कहेंगे ഇത് ആശ്ചര്യമായിട്ട് തോന്നാം. इरादी के ഈ പറഞ്ഞു വരുന്ന ഇച്ഛാശക്തി എന്താണ് എന്ന്. कि ये किसी काम ഭൂരിപക്ഷം ആളുകൾക്കും തോന്നും ഇച്ഛാശക്തി എന്ന വാക്കിൽ നിന്നും പ്രകടമാകുന്നത് പോലെ തന്നെ ഒരു കർമ്മം ചെയ്യുവാനുള്ള ഉറച്ച തീരുമാനമെടുക്കുകയും की अंजाम देने की कुव्वत है. यहाँ ये सवाल उठाने ആ കർമ്മത്തെ അതിന്റെ പര്യവസാനത്തിൽ എത്തിക്കാനുള്ള ശക്തിയുമാണ് ഇത്. तो
इस बारे में वादे होना चाहिए। और हज़रत मुस्लिम मऊद रज़ियल्लाहु अन्हु ने बड़े आसान रंग में അങ്ങനെയാണെങ്കിൽ इसको बयान फरमाया है। ഇച്ഛാശക്തി എന്താണ് എന്ന ചോദ്യം ഇവിടെ ഉന്നയിക്കേണ്ട ആവശ്യം എന്താണ്? का मुफ्त അതിനെ സംബന്ധിച്ചും अमल के വ്യക്തമാക്കേണ്ടതാണ്. हर जगह बदल जाता है। बस ये बुनियादी बात हमें याद रखनी चाहिए। അതുപോലെ ഈ വിഷയ സംബന്ധമായി बात ഹദ്റത്ത് മുസ്ലിഹ മഊദ് റളിയല്ലാഹു തആല അൻഹു വളരെ മനോഹരിയായ ശൈലിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. कहते हैं ഇച്ഛാശക്തിയുടെ അർത്ഥം പ്രവർത്തനമനുസരിച്ച് എല്ലായിടത്തും മാറിക്കൊണ്ടിരിക്കുന്നു. ഈ അടിസ്ഥാനമായ തത്വം നമ്മുടെ ഓർമ്മയിലിരിക്കേണ്ടതാണ്. दीन के ഈ വസ്തുതയെ നമ്മുടെ മുമ്പിൽ വച്ചാൽ മാത്രമേ മാർഗസംബന്ധമായ വിഷയങ്ങളിൽ ഇച്ഛാശക്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. और जब हम इस മതപരമായ കാര്യങ്ങളിൽ ഇച്ഛാശക്തി എന്നത് ഈമാന്റെ പേരാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. നാം ഈ വീക്ഷണകോണിലൂടെ നോക്കുമ്പോൾ കർമ്മശേഷി ईमान ഈമാൻ വർദ്ധിക്കുന്നതിനനുസൃതമായി കൊണ്ട് അധികരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ये काम खुद ब खुद होते चले जाते हैं। അഥവാ ഉറച്ച വിശ്വാസവും അള്ളാഹുവുമായി സുദൃഢമായ ബന്ധവുമുണ്ടെങ്കിൽ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ ഒന്നിനൊന്ന് മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാ പ്രയാസങ്ങളും അള്ളാഹുവിന്റെ സഹായ സംരക്ഷണത്തിനാൽ എളുപ്പമായി മാറിക്കൊണ്ടിരിക്കുന്നതാണ്. और आसानी से इंसान काबू पा लेता है। ഈ ഉറച്ച വിശ്വാസം കാരണം नहीं है കർമ്മപരമായ തടസ്സങ്ങൾ കാറ്റിൽ പറന്നു പോകുന്നതാണ്. अमलन इसके नमूने हम देखते हैं। അങ്ങനെ വളരെ എളുപ്പത്തിൽ हम മനുഷ്യന് ഇത് ലഭ്യമാകുന്നതാണ്. जमाने पर ഇത് വെറും വാചകമണി മാത്രമല്ല, മറിച്ച് പ്രവർത്തന രീതിയിൽ നമുക്കിതിലുള്ള ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. നാം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ अंगेज नमूने വിശ്വാസ സ്വീകരണത്തിന് മുൻപുള്ള പ്രവർത്തന ശൈലികളും വിശ്വാസ സ്വീകരണത്തിനു ശേഷമുള്ള പ്രവർത്തന ശൈലികളും തമ്മിൽ ആശ്ചര്യജനകമായ വ്യതിയാനത്തിന്റെ മാതൃകകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. उनकी अमली हालत क्या थी? तारीख हमें റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച ആളുകൾ ആരായിരുന്നു? അവരുടെ കർമ്മങ്ങൾ ഏത് രീതിയിലുള്ളവയായിരുന്നു? थे, ഇതിനെ സംബന്ധിച്ച ചരിത്രം നമ്മോട് എന്താണ് പറയുന്നത്? उनमें ऐसे भी थे വിശ്വസിച്ചവരുടെ കൂട്ടത്തിൽ മോഷ്ടാക്കളുണ്ടായിരുന്നു, അവരിൽ കൊള്ളക്കാരുണ്ടായിരുന്നു, जिसे हम बांटने അവരിൽ ഫാസിക്കുകളും ഫാജിറുകളും ഉണ്ടായിരുന്നു, अपनी बेटी അവരിൽ സ്വന്തം മാതാക്കളുമായി നിക്കാഹ് ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു, മാതാക്കളെ അനന്തരാവകാശമായ രീതിയിൽ വീതിക്കുന്നവരും അവരിലുണ്ടായിരുന്നു, घरों के जुआ खेलते തങ്ങളുടെ പെൺമക്കളെ കൊല ചെയ്യുന്നവരുണ്ടായിരുന്നു, അവരിൽ ചൂത് കളിക്കുന്നവരുണ്ടായിരുന്നു, അവർ ഏതു നേരവും ചൂത് കളിയാട്ടത്തിൽ മുഴുകിയിരിക്കുന്നവരായിരുന്നു, कि इस बारे में അവരിൽ മദ്യപാനികളുണ്ടായിരുന്നു. മദ്യപാനത്തിൽ അവരോട് മത്സരിക്കാൻ പോകുന്ന ആളുകൾ മറ്റെങ്ങും ഉണ്ടായിരുന്നില്ല. एक दूसरे पर शराब മദ്യപിക്കുന്നതിനെ അവർ അഭിമാനമായി കണ്ടിരുന്നു. ज्यादा पी सकता हूँ। एक शायर ഒരാൾ മറ്റൊരാളിൽ മദ്യപിക്കുന്നതിൽ ഊറ്റം കൊണ്ടിരുന്നു. അതായത്, बात पर जाहिर ഞാനാണ് വലിയ കുടിയൻ, അല്ലെങ്കിൽ എനിക്കാണ് ഏറ്റവും അധികം മദ്യപിക്കാൻ സാധിക്കുന്നത് എന്ന് शराब पी അവർ അഭിമാനം കൊണ്ടിരുന്നു. पानी के तो हाथ ही नहीं लगाता। ഒരു കവി തന്റെ അന്തസ്സിനെയും അഭിമാനത്തെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ രാത്രികളിൽ ഉണർന്ന് എഴുന്നേറ്റ് മദ്യപിക്കുന്നവനാണ്, अपना तमाम വെള്ളം കൈകൊണ്ട് പോലും സ്പർശിക്കാറില്ല. लुटा देता हूँ, അതുപോലെ ചൂത് കളിക്കുന്നവൻ തന്റെ ചൂതാട്ടത്തിൽ അഭിമാനം കൊണ്ട് പറയുന്നു, लुटा देता हूँ। ഞാൻ എന്റെ മുഴുവൻ സമ്പത്തും ചൂതുകളിൽ ചെലവഴിക്കുന്നു, പിന്നെയും പണം വരുന്നു, ഞാൻ പിന്നെയും അത് ചൂതാട്ടത്തിൽ ചെലവഴിക്കുന്നു. ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയവരിൽ വലിയ ചൂതാട്ടക്കാരൻ പോലും ഇത് തുറന്ന് സമ്മതിക്കുന്നുണ്ടാകില്ല. पर ईमान लाए എന്തായാലും അന്നത്തെ അവരുടെ അവസ്ഥ ഇതായിരുന്നു. किस तरह हालत പിന്നീട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച കാരണത്താൽ कैसी कुव्वत इरादी इस ईमान ने उन्हें पैदा हो അവരുടെ അവസ്ഥകൾ ഏത് രീതിയിലാണ് മാറിയത്? इसके वाकयात भी എങ്ങനത്തെ വിപ്ലവമാണ് അവരിൽ ഉണ്ടായത്? तो हैरत होती किस तरह इतनी जल्दी इतना अजीम इनकलाब उनमें पैदा हो गया। ഏത് രീതിയിലുള്ള ഇച്ഛാശക്തിയാണ് ഇവരുടെ ഈമാനിൽ ഉടലെടുത്തത്? ആ സംഭവങ്ങളും ചരിത്രം നമ്മോട് പറയുന്നു. हमने अपने दिल को कवि और मजबूत कर അത് കേൾക്കുമ്പോൾ ആശ്ചര്യം തോന്നുന്നു. उन्होंने ये फैसला कर लिया कि खुदा ताला के अहकामात के खिलाफ अब हमने कोई कदम नहीं उठाना। എങ്ങനെ ഇത്ര വേഗം ഇത്ര മഹത്തരമായ ഒരു വിപ്ലവം അവരിൽ ഉണ്ടായി? हजरत ഈമാൻ കൊണ്ട ഉടൻ തന്നെ ദീനി അധ്യാപനങ്ങൾ പ്രാവർത്തികമാക്കുന്നതിന് തങ്ങളുടെ ഹൃദയത്തെ ഉറച്ചതും ദൃഢമുള്ളതും ആക്കണമെന്ന് അവർ തീരുമാനിച്ചു.
इतना मजबूत അള്ളാഹുവിന്റെ കൽപ്പനകൾക്കെതിരിൽ ഇനി തങ്ങൾ ഒരു ചുവട് പോലും വയ്ക്കുകയില്ല എന്ന് അവർ തീരുമാനമെടുത്തു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ കൽപ്പനയും തന്നെ के आगे തങ്ങൾക്ക് അവസാന വാക്കായിരിക്കും എന്നവർ തീരുമാനിച്ചു. അവരുടെ ഈ തീരുമാനം എത്രമാത്രം ഉറച്ചും ദൃഢമുള്ളതും ഉച്ചത്തിലുമുള്ളതായിരുന്നെന്നാൽ അവരുടെ പ്രവർത്തന വൈകല്യങ്ങൾ ഈ തീരുമാനത്തിന് മുമ്പിൽ ഒരു നടി പോലും നിലനിന്നില്ല. അവരുടെ അവസ്ഥകൾ എത്രത്തോളം മാറിയെന്നാൽ അവർ അപകടം നിറഞ്ഞ ദുരിതങ്ങൾ തങ്ങൾക്ക് മേൽ വരിക്കാൻ തയ്യാറായി. उन्होंने अपने अंदर पैदा തയ്യാറായി എന്ന് മാത്രമല്ല, उनके अमाल की അവർ തങ്ങളിൽ ഉണ്ടാക്കിയെടുത്ത ഇച്ഛാശക്തി മുഖേന फेंक दिया और उनसे दूर कर दिया. ഒരു വലിയ വെള്ളപ്പൊക്കത്തിന്റെ അലകൾ सैलाब ഒരു ഈർക്കൽ കമ്പിനെ ഒഴുക്കിക്കളയുന്നത് പോലെ तेज पानी का रेला एक तिनके को അവർ തങ്ങളുടെ കർമ്മപരമായ വൈകല്യങ്ങളെ അകറ്റുകയും വലിച്ചെറിയുകയും ചെയ്തു. अभी शराब की मिसाल दी गई है. किस तरह वो शराब पीते थे और किस कदर फख्र था उनको इस बात पर. മദ്യത്തിന്റെ ഉദാഹരണം പറയപ്പെട്ടിരിക്കുന്നു. അവർ ഏത് രീതിയിലാണ് മദ്യപിച്ചിരുന്നത് എന്നും അവർ അതിൽ എത്രത്തോളം क्या हालत इंसान की बना देता അഭിമാനം കൊണ്ടിരുന്നു എന്നും പറയപ്പെട്ടിരിക്കുന്നു. ഈ ലഹരിയുടെ മത്ത് പിടിച്ചു കഴിഞ്ഞാൽ അത് മനുഷ്യന്റെ അവസ്ഥയെ എങ്ങനെയാണ് മാറ്റിമറിക്കുന്നത്? ഇതിന്റെ ഉദാഹരണം അന്നാട്ടിലുള്ളവർ എപ്പോഴും കാണാറുണ്ട്. है. फजल की सड़कों पर भी देख शराबी फिरता है നമ്മുടെ മസ്ജിദ് ഫദലിന്റെ റോഡിലും और उसके पास सवाए ഒരു മദ്യപാനിയുണ്ട്. होते हैं उस और कुछ नहीं होता उसमें. गंदे कपड़े. അയാളുടെ വക്കൽ മദ്യക്കുപ്പികളല്ലാതെ മറ്റൊന്നും തന്നെ കാണാൻ സാധിക്കുകയില്ല. ये भी पता चला कि वो पढ़ा लिखा മുഷിഞ്ഞ വസ്ത്രങ്ങളായിരിക്കും, പക്ഷേ മദ്യം തീർച്ചയായും വാങ്ങിക്കും. इस जमाने में इंजीनियर भी था അയാൾ വിദ്യാസമ്പന്നനാണ് എന്നും എനിക്കറിയാൻ കഴിഞ്ഞു. तो वैसे भी उसके ഒരു കാലത്ത് അയാൾ എഞ്ചിനീയറുമായിരുന്നു. कौंसिल से जो कुछ मिलता എന്തായാലും ഇപ്പോൾ അയാൾ ജോലിയൊന്നും ചെയ്യാറില്ല. है वो सब शराब पर खर्च कर देता है. ഇപ്പോൾ ഒരുപാട് പ്രയാധിക്യവുമായി അയാൾക്ക് ഗവൺമെന്റിൽ നിന്നും ലഭിക്കുന്ന പണം മുഴുവനും അയാൾ മദ്യത്തിനു വേണ്ടിയാണ് ചെലവഴിക്കുന്നത്. വഴിയോരത്ത് അയാൾ കഴിഞ്ഞുകൂടുന്നു. करती बेचारा बिल्कुल मफलूज हो മദ്യപാനം അയാളുടെ മാനസിക നിലയും വഷളാക്കി. नशे की പാവം തീർത്തും അനാരോഗ്യവാനായി തീർന്നു. डर लगता है. कई दफा मैंने देखा बाज दफा वो औरतों को കുടിച്ച് ഉന്മാത്തനായിരിക്കുന്ന അവസ്ഥയിൽ അയാളെ കണ്ടാൽ ഭയം തോന്നും. करने वाली औरतें ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, വഴിയാത്രക്കാരായ സ്ത്രീകളെ തടഞ്ഞു നിർത്തും. ഈ ഒരു അന്തരീക്ഷത്തിൽ കഴിയുന്ന ഇംഗ്ലീഷുകാരായ വനിതകൾ പോലും അവരുടെ മുഖത്ത് പോലും ഭയം വെളിപ്പെടുന്നത് കാണാം. എന്തായാലും मिलते हैं മദ്യലഹരിയാണ് അയാളുടെ നില താറുമാറാക്കിയത്. कि माँ बाप को भी गाली മറ്റു ചില മദ്യപാനികളെയും സാധാരണ നാം കാണാറുണ്ട്. देते हैं उनसे सर മദ്യത്തിൽ ഉന്മാത്തരായ അവർ സ്വന്തം മാതാപിതാക്കളെ പോലും അനാവശ്യം പറയാറുണ്ട്. വിചിത്രമായ സ്വഭാവങ്ങൾ അവർ പ്രകടിപ്പിക്കാറുണ്ട്. तो तुम्हारे वहाँ एक शहर है എനിക്ക് ഓർമ്മയുണ്ട്, ഘാനയിൽ ഞാൻ ഉണ്ടായിരുന്നപ്പോൾ അവിടത്തെ തൊമാലി എന്ന പട്ടണത്തിൽ में रहता था. ആ സമയത്ത് ജമാഅത്തിന്റെ പല പ്രോജക്ടുകളും ഉണ്ടായിരുന്നു. बल्कि ना सिर्फ बाहर की तरफ बल्कि अंदर की അവിടെ ഞാൻ താമസിച്ചിരുന്ന വീടിന് ചുറ്റുമതിലുണ്ടായിരുന്നില്ല. പുറത്ത് മാത്രമല്ല, അകത്തും അതുപോലെയായിരുന്നു. ऐसे बने होते हैं. എല്ലാ വീടുകളും തന്നെ ചുറ്റുമതിൽ ഇല്ലാത്തവയായിരുന്നു. अपने अंदर की സാധാരണ അവിടെ അങ്ങനെയാണ് വീടുകൾ പണിയാറുണ്ടായിരുന്നത്. तो बहरहाल हमारा घर ചിലർ था ना उसका തങ്ങളുടെ വീടിന്റെ അകവശത്ത് മതിൽ പണിതിട്ടുണ്ടായിരുന്നു, ഇവിടെ പിന്നാമ്പറം ഉണ്ടാക്കുന്നത് പോലെ. എന്തായാലും ഞങ്ങളുടെ വീടിന്റെ മുന്നിലും പിന്നിലും മതിലുണ്ടായിരുന്നില്ല. എല്ലാ ഭാഗത്തുനിന്നും തുറന്ന നിലയിലുള്ള വീടായിരുന്നു. गेट नहीं जैसे कि അവിടെ വാഹനം നിർത്തുന്നതിനായുള്ള ചെറിയ സ്ഥലവും ഉണ്ടായിരുന്നു. मुआशी हालात खराब थे वहाँ ഞാൻ പറഞ്ഞതുപോലെ മതിൽക്കൊട്ടോ ഗേറ്റോ ഉണ്ടായിരുന്നില്ല. में पड़ी हो तो चोरियां भी होती थी. ആ സമയത്ത് അവിടുത്തെ ജീവിത സാഹചര്യങ്ങളും വളരെ മോശമായിരുന്നു. बल्कि यहाँ तो പുറത്ത് തുറന്ന നിലയിൽ എന്തെങ്കിലും സാധനങ്ങൾ വെക്കുകയാണെങ്കിൽ മോഷണവും നടക്കുമായിരുന്നു. ഇപ്പോൾ ഇവിടെയും മോഷണം തുടങ്ങിയിരിക്കുകയാണ്. ഏതുവരെ എന്നാൽ ഇവിടെ കതക് കുത്തി തുറന്നുവരെ മോഷണം ആരംഭിച്ചിരിക്കുന്നു. എന്തായാലും അപ്പോൾ സമാധാനപരമായ അന്തരീക്ഷമായിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജീവിത സാഹചര്യങ്ങൾ വളരെ മോശമായിരുന്നു. कि हमारी गाड़ी അവിടെ ഞങ്ങൾ ഒരു വാച്ച്മാനെ വെച്ചിരുന്നു. इसका टायर അയാൾ രാത്രി വരുമായിരുന്നു. क्योंकि उसके വരുമ്പോൾ ഞാൻ പ്രത്യേകമായി പറയും, ഞങ്ങളുടെ വാഹനം പിക്കപ്പ് അത് പുറത്തായിരുന്നു നിൽക്കുന്നത്. रखा नहीं जा सकता. അതിന്റെ ടയറുകൾ പുറത്തു തന്നെയായിരുന്നു ഇട്ടിരുന്നത്. കാരണം ആ വണ്ടിയിൽ ചില മാറ്റങ്ങൾ വരുത്തിയ കാരണത്താൽ ടയർ വെക്കുന്ന സ്ഥലത്ത് അത് വെക്കാൻ സാധിക്കില്ലായിരുന്നു. എന്തായാലും ഞാൻ അയാളോട് പ്രത്യേകമായി പറഞ്ഞു, ഒരുപാട് ടയറുകൾ മോഷണം പോകാറുണ്ട്, അതിനാൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. टायर को बाहर निकालने वक्त टायर से पहले മിക്കവാറും അയാൾ മദ്യപിച്ചാണ് വരാറുണ്ടായിരുന്നത്. ടയർ പുറത്തേക്ക് എടുക്കുമ്പോൾ ടയറിന് മുമ്പ് തന്നെ അയാൾ താഴെ വീണ് പോകുമായിരുന്നു. कि औंधे मुंह पड़ा हुआ है. എന്തായാലും उस दिन तो चौकीदार उसने क्या कर ഞാൻ ഒരു ദിവസം നോക്കിയപ്പോൾ
മദ്യപിച്ച് മൂക്ക് കുത്തി അയാൾ കിടക്കുകയാണ്. उस वक्त तो मुस्लिम അന്ന് അയാൾ ഒരുപാട് മദ്യപിച്ചിരുന്നു. है क्योंकि उस അങ്ങനത്തെ വാച്ച്മാനെ കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? അയാൾ പുലമ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് थोड़ा कम ഒന്നും പറയാതിരിക്കുന്നതാണ് ഉത്തമം എന്ന് എനിക്ക് തോന്നി. കാരണം ഞാനെന്തെങ്കിലും പറഞ്ഞാൽ അയാൾ എന്നോടും അസഭ്യം പറയാൻ തുടങ്ങും എന്നെനിക്ക് മനസ്സിലായി. पीना तो मान പിറ്റേ ദിവസം അയാളുടെ ലഹരി ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പോയിക്കൊള്ളുക, ഇനി നിങ്ങളെ ഇവിടെ നിർത്തുന്നതല്ല. लेता था कि അയാൾ ഒരുപാട് താണുകൾ അപേക്ഷിച്ചു. എന്തായാലും മദ്യപാനം അയാൾക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ലായിരുന്നു. या फिर हिसाब പിന്നീട് പക്ഷേ ബുദ്ധിപൂർവ്വം ഇവിടെ ഡ്യൂട്ടിക്ക് വരുന്നതിന് മുമ്പ് ഒരുപാട് നേരത്തെ കുടിച്ച് ലഹരി ഇറങ്ങിയ ശേഷമോ അല്ലെങ്കിൽ കുറഞ്ഞ അളവിൽ പുറത്തറിയാതിരിക്കാൻ മാത്രം കുടിച്ചിട്ടേ അയാൾ വരാറുണ്ടായിരുന്നുള്ളൂ. എന്തായാലും ലഹരി ഉപയോഗിക്കുന്നവർക്ക് അത് നിയന്ത്രിക്കാൻ കഴിയുകയില്ല. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയ അവസ്ഥ തന്നെയായി. अगले दिन जब उसे पूछो कि तुम ये कहते रहे तो साफ इनकारी होता था कि मैं പറഞ്ഞതിന്റെ ഉദ്ദേശം ഇതാണ്: ലഹരിയിൽ മനുഷ്യന് ഒന്നും തന്നെ അറിയാൻ സാധിക്കുകയില്ല. എന്താണ് പ്രവർത്തിക്കുന്നതെന്നോ എന്താണ് പറയുന്നതെന്നോ അറിയില്ല. നീ ഇന്നതൊക്കെ പറഞ്ഞില്ലേ എന്ന് അടുത്ത ദിവസം ചോദിച്ചാൽ തുറന്ന് നിരാകരിക്കുന്നതായിരിക്കും. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നവർ പറയും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുമുണ്ട്, നല്ല ആളുകളുമുണ്ട്. ലഹരി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് സമ്മതിക്കാൻ പോലും കൂട്ടാത്തവരുണ്ട്. वो एक मोअज़्ज़ज़ खानदान का शख्स था। ഹദരത്ത് മുസയ്യിദ് മഊദ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഒരു ട്രെയിൻ യാത്രക്കിടയിൽ കണ്ടുമുട്ടാനിടയായ ഒരു വ്യക്തിയുടെ സംഭവം പരാമർശിക്കുന്നു. किसी वजीर का बेटा भी था। അയാൾ ഒരു ഉന്നത കുടുംബത്തിലെ വ്യക്തിയായിരുന്നു. ट्रेन के ഒരുപക്ഷെ ഹദരത്ത് മുസയ്യിദ് മഊദ് റളിയല്ലാഹു തആല അൻഹുവിനെ അയാൾക്ക് പരിചയമുണ്ടായിരുന്നു. होश कायम പൂഞ്ചിലെ ഏതോ ഒരു മന്ത്രിയുടെ മകനുമായിരുന്നു. ആ യാത്രയിൽ മദ്യലഹരിയിൽ സ്വബോധത്തിൽ ഒരു മനുഷ്യൻ ഒരിക്കലും പറയാത്ത കാര്യങ്ങളെല്ലാം അയാൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. पर्दा डालते ഹദരത്ത് മുസ്ലിം മൗദ് പറയുന്നു, മദ്യലഹരി മനുഷ്യ മസ്തിഷ്കത്തിൽ മറയിടുന്നു. मगर ഈ ലഹരി തികച്ചും അവനെ ഭ്രാന്തനാക്കി കളയുന്നു. हम कुव्वत इरादी का ऐसा इनकलाब देखते हैं कि बाज गैर मुस्लिम എന്നാൽ നാം മറുഭാഗത്ത് നോക്കുമ്പോൾ ഇച്ഛാശക്തിയുടെ ഏതുപോലുള്ള വിപ്ലവമാണ് കാണുന്നതെന്നാൽ ചില അമുസ്ലിം ചരിത്രകാരന്മാർ പോലും വിശ്വസിക്കുന്നത് ഈ ഇച്ഛാശക്തി ഈമാന്റെ ഇച്ഛാശക്തിയാണ് എന്നാണ്. इसका नजारा हमें ഇത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിശ്വസിച്ചവരിൽ ഉണ്ടാക്കിയെടുത്തതാണ്. ഇതിന്റെ കാഴ്ച നമുക്ക് ഈ റിവായത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. शराब पी रहे ചില സഹാബാക്കൾ ഒരു വീട്ടിൽ കൂടിയിരിക്കുകയായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. അവരെല്ലാവരും ആ സമയത്ത് മദ്യപിക്കുകയായിരുന്നു. और शराब पीने में कोई हिचकिचाहट മദ്യനിരോധനത്തെ സംബന്ധിച്ചുള്ള കൽപ്പന അപ്പോൾ ഇറങ്ങിയിരുന്നില്ല. नशे में भी आ जाते थे। മദ്യപാനം ചെയ്യുന്നതിൽ ഒരു മടിയും ഉണ്ടായിരുന്നില്ല. मटका ഓരോരുത്തരും അവരുടെ മനസ്സ് നിറയുന്നത് വരെ കുടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. जो मटका है वो भी कई गैलन അങ്ങനെ ലഹരിയിൽ ഉന്മാത്തരാവുകയും ചെയ്തിരുന്നു. दूसरा शुरू कर മദ്യത്തിന്റെ ഒരു കുടം ആ സദസ്സിൽ കൂടിയിരുന്നവർ കുടിച്ചു തീർത്തു. ആ ഒരു കുടം വളരെ ഗാംഭീര്യമുള്ള ലഹരിയായിരുന്നു. कि मुझे खुदा ताला ने हुक्म दिया है അതിനുശേഷം അടുത്തത് തുടങ്ങാൻ ഭാവിക്കുകയായിരുന്നു. ആ സമയത്ത് തെരുവിൽ ഒരു ശബ്ദം കേട്ടു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തിരിക്കുന്നു, ഇന്ന് മുതൽ മുസ്ലിങ്ങൾക്ക് മദ്യം ഹറാമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. मदहोश था। दूसरे को कहने लगा ഈ ശബ്ദം അവരിലേക്ക് എത്തിയപ്പോൾ തന്നെ ആ കൂട്ടത്തിൽ മദ്യലഹരിയിൽ ഉന്മാത്തനായിരുന്ന ഒരു വ്യക്തി അടുത്തിരുന്ന ആളോട് പറഞ്ഞു, എഴുന്നേറ്റ് വാതിൽ തുറക്കുക, शराब पीने वाला എന്നിട്ട് ഈ വിളംബരത്തിന്റെ സത്യാവസ്ഥ ചോദിച്ച് മനസ്സിലാക്കുക. ऐलान की ആ മദ്യപാനികളുടെ കൂട്ടത്തിൽ നിന്നൊരാൾ എഴുന്നേറ്റ് വിളംബരത്തിന്റെ സത്യാവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കണം എന്ന് വിചാരിച്ചപ്പോഴേക്കും उसने सोटा पकड़ा മദ്യലഹരിയിൽ മുങ്ങിയിരുന്ന മറ്റൊരു വ്യക്തി വടിയെടുത്ത് മദ്യത്തിന്റെ കുടം അടിച്ച് പൊട്ടിക്കുകയുണ്ടായി. कि तुमने ये क्या किया, पहले तो पूछ तो लेने देते कि हुक्म മറ്റുള്ളവർ പറഞ്ഞു, നിങ്ങൾ ഇതെന്താണ് ചെയ്തത്? और किन लोगों के लिए വിളംബരത്തിൽ പറയുന്ന കൽപ്പന കൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന് അന്വേഷിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു. അല്ലെങ്കിൽ അത് ആർക്കു വേണ്ടിയുള്ളതാണ് എന്നെങ്കിലും ചോദിക്കാമായിരുന്നു. ആ വ്യക്തി പറഞ്ഞു, ആദ്യം കുടങ്ങൾ തകർക്കുക, എന്നിട്ട് ഈ കൽപ്പനയുടെ വാസ്തവത്തെക്കുറിച്ച് അന്വേഷിക്കുക. ആ വ്യക്തി പറയുന്നു, तो हुक्म की तामील ഞാൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന ശ്രവിച്ചതിനാൽ मैं देखूंगा कि इस हुक्म की कोई ആദ്യം അതനുസരിക്കുന്നതാണ്. പിന്നീട് ഞാൻ लिमिटेशंस क्या है, ഈ കൽപ്പനയുടെ കാരണങ്ങൾ എന്താണെന്നും इसमें मना है ഇതിന്റെ പരിധികൾ എന്താണെന്നും है जो हमें आ हजरत सल्लल्लाहु अलैहि वसल्लम ഏത് സാഹചര്യത്തിലാണ് ഇത് നിരോധിക്കപ്പെട്ടിരിക്കുന്നതെന്നും ആരായുന്നതാണ്. पहले बयान हो चुका है
ഈ മഹത്തരമായ വ്യത്യാസമാണ് നമുക്ക് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളിലും മറ്റുള്ളവരിലും കാണാൻ സാധിക്കുന്നത്. गिलास भी ले लें या उसके सामने से उठा लें മദ്യപാനികളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. क्लबों और बारों ഒരു മദ്യപാനി മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ മുന്നിൽ നിന്നും ഗ്ലാസ് എടുത്തു മാറ്റിയാൽ പോലും അയാൾ കൊല്ലാനും ചാവാനും തയ്യാറാകുന്നതാണ്. ക്ലബുകളിലും ബാറുകളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. बल्कि खिलाफ मर्जी बातें सुन के ही കുറച്ചു ദിവസം മുമ്പ് ഇവിടെയും ഒരു വാർത്ത വന്നിരുന്നു. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ക്ലബിലോ ബാറിലോ മറ്റോ മദ്യലഹരിയിൽ കൊലപ്പെടുത്തിയെന്ന്. की അനിഷ്ടകരമായ കാര്യങ്ങൾ കേട്ടാൽ പോലും കൊല്ലാനും വെട്ടാനും ഈ മദ്യപാനികൾ തയ്യാറാകുന്നു. ना समझ सलामत होती है। ലഹരിയിൽ ഉന്മാദരാകുന്ന ഈ മദ്യപാനികളുടെ ബുദ്ധി ഒരിക്കലും നല്ലതായിരിക്കുകയില്ല. माँ बाप ഇവരുടെ മനസ്സും നല്ലതായിരിക്കുകയില്ല. അവരുടെ നാവിനും നിയന്ത്രണം ഉണ്ടാവുകയില്ല. അവർക്ക് മാതാപിതാക്കളെ കുറിച്ചുള്ള ചിന്തയും ഉണ്ടായിരിക്കുകയില്ല. അവരുടെ കൈകാലുകളും അനിയന്ത്രിതമായി കൊണ്ട് പ്രവർത്തിക്കുന്നതാണ്. ना सजा का डर होता है। ലഹരിയിൽ അവർക്ക് നിയമത്തിന്റെ ചിന്തയുണ്ടായിരിക്കുകയില്ല. सहाबा ശിക്ഷയെക്കുറിച്ചുള്ള ഭയവും ഉണ്ടായിരിക്കുകയില്ല. नशे पर गालब आ गई എന്നാൽ बावजूद സഹാബാക്കളുടെ ഇച്ഛാശക്തി നോക്കുക, कि नशे में അത് ലഹരിക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കുകയുണ്ടായി. जब മദ്യലഹരിയിൽ ഉന്മാത്തരായിരുന്നിട്ട് പോലും दूसरा मटका वो पीने वाले ഒരു കുടം മദ്യം കുടിച്ചതിനു ശേഷം ऐसे वक्त രണ്ടാമത്തെ കുടം കുടിക്കാൻ തുടങ്ങുകയായിരുന്നു. होती है कि हजरत मोहम्मद सल्लल्लाहु अलैहि वसल्लम ने ആ സമയത്ത് അവരുടെ ചെവികളിൽ ഈ ശബ്ദം വീഴുകയാണ്. ഹദരത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തിരിക്കുന്നു, മുസ്ലിങ്ങൾക്ക് മദ്യം ഹറാമാക്കിയിരിക്കുന്നു എന്ന് അല്ലാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. वो पहले शराब का मटका അത് കേട്ടപ്പോൾ തന്നെ അവരുടെ ലഹരി അവിടെ ഇറങ്ങിപ്പോവുകയുണ്ടായി. അവർ ആദ്യം മദ്യത്തിന്റെ കുടം തകർക്കുന്നു. പിന്നീട് വിളംബരം ചെയ്യുന്ന ആളിനോട് വിശദീകരണം ചോദിക്കുന്നു. ഇത് ഒരു വീട്ടിലെ കാര്യമല്ല, रिवायत में आता है ഏതാനും ആളുകളുടെയും കാര്യമല്ല. मदीने में थे റിവായത്തിൽ വരുന്നു, നിവേദകൻ പറയുന്നു, ധാരാളം വീടുകളിലും മദ്യപാനികളുടെ സദസ്സുകൾ നിറഞ്ഞിരുന്നു. तेजी से शराब के मटके टूटे कि मदीने की गलियों में ഈ വിളംബരത്തോടൊപ്പം पानी की तरह बहने മദ്യത്തിന്റെ കുടങ്ങൾ എത്രത്തോളം തകർന്നെന്നാൽ മദീനയിലെ തെരുവുകളിൽ മദ്യത്തിന്റെ പുഴ തന്നെ ഒഴുകാൻ തുടങ്ങി. लगे। मुस्लिम मऊद रज़ियल्लाहु अन्हु ने फरमाया എത്ര ആശ്ചര്യജനകമായ ഇച്ഛാശക്തിയാണ്. कि इसके पैदा ഹദരത്ത് മുസ്ലിം മൗദ് അള്ളാഹു ചെയ്യുന്നു, लोग दरमियान में ഈ ഇച്ഛാശക്തി ഉടലെടുത്ത ശേഷം बल्कि ഒരു തടസ്സവും അവർക്കിടയിൽ വഴിമുടക്കില്ലായിരുന്നു. कब्जा करती चली जाती है। कोई कुव्वत इरादी से എല്ലായിടത്തും തന്നെ എല്ലാ വസ്തുക്കളിലും തന്നെ ഈ ഇച്ഛാശക്തി ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരുന്നു. होते हैं, ചുരുക്കത്തിൽ बलवान होते हैं, ഇച്ഛാശക്തിയിൽ ആധിപത്യമുള്ളവർ ആത്മീയ ലോകത്തിലെ രാജാക്കന്മാരാകുന്നു, അതിലെ ഫയൽവാന്മാരാകുന്നു. അവർ എങ്ങോട്ട് തിരിഞ്ഞാലും എങ്ങോട്ട് പോയാലും चला जाता എവിടെ പോകാൻ തീരുമാനിച്ചാലും है। और मुश्किल ഷെയ്ത്താൻ അവരുടെ മുന്നിൽ अगर उनके सामने आए ആയുധം വച്ച് കീഴടങ്ങുന്നതാണ്. उसी तरह कट जाते हैं। ദുരിതങ്ങളുടെ പർവ്വതങ്ങൾ തന്നെ അവരുടെ മുന്നിൽ വന്നാലും അത് പാലട മുറിയുന്നത് പോലെ इस किस्म के മുറിച്ചു മാറ്റപ്പെടുന്നതാണ്. पैदा हो जाए और इस हद तक ईमान पैदा हो जाए तो फिर അപ്പോൾ ഈ രീതിയിലുള്ള ഇച്ഛാശക്തി ഉണ്ടാവുകയാണെങ്കിൽ, ഈ നിലവാരത്തിലുള്ള ഈമാൻ ഉണ്ടാവുകയാണെങ്കിൽ, പിന്നീട് ആളുകളുടെ കർമ്മപരമായ പരിഷ്കരണത്തിന് മറ്റു മാർഗങ്ങൾ അവലംബിക്കേണ്ട ആവശ്യം തന്നെ ഉദിക്കുന്നില്ല. 1400 साल पहले जो अमल इस्लाह का कुव्वत ईमान की वजह से 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇച്ഛാശക്തി മൂലം കർമ്മപരമായ പരിഷ്കരണം എത്രത്തോളം നടന്നിട്ടുണ്ടെന്നാൽ की मिसाल ലോകത്തിൽ അതിന് സമാനമായ മറ്റൊരു ഉദാഹരണം കാണാൻ സാധിക്കുന്നതല്ല. इस वसी पैमाने पर दुनिया में और कहीं नजर नहीं आती। किस तरह हैरत अंगेज तौर पर यह इनकलाब बर्पा हुआ, लेकिन इससे मिलती जुलती कई मिसालें हैं। ഒരു ആശ്ചര്യജനകമായ വിപ്ലവമാണ് അവിടെ സംഭവിച്ചത്. उनके എന്നാൽ ഇതിനോട് സാദൃശ്യം പുലർത്തുന്ന മറ്റുദാഹരണങ്ങൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധനായ ദാസന്റെ ജമാഅത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. मुस्लिम ने इसको बुरा फरमाया, बल्कि തമ്പാക്കു ഉപയോഗിക്കുന്നത് ഹറാമല്ല എങ്കിൽ തന്നെയും ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അതിനെ ചീത്തയായി പറഞ്ഞിരിക്കുന്നു. ഇത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇത് നിരോധിക്കുമായിരുന്നു എന്നും പറഞ്ഞിരിക്കുന്നു. എന്തായാലും ഇതൊരു ചീത്ത കാര്യമാണ്, ഇതിൽ ലഹരിയുണ്ട്. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു യാത്രാമധ്യേ ഹുക്കയോടുള്ള അനിഷ്ടം പ്രകടിപ്പിച്ചപ്പോൾ ഹുക്ക വലിക്കുന്ന ശീലക്കാരായ അദ്ദേഹത്തിന്റെ സഹാബാക്കൾ
ഹുക്ക പൊട്ടിച്ചു കളയുകയുണ്ടായി. उस तरफ तो कभी പിന്നീട് ഒരിക്കലും തമ്പാക്കുപാനത്തിന്റെ അടുത്ത് പോലും അവർ പോയിട്ടില്ല. मिसालें भी मिलती हैं। ഞങ്ങളുടെ ശ്രദ്ധ ഒരിക്കൽ പോലും അങ്ങോട്ട് പോയിട്ടില്ല എന്ന് അവർ പറയുന്നു. അതുപോലെ തന്നെ അഹമ്മദിയത്ത് സ്വീകരിച്ചതിനു ശേഷം എല്ലാ ചീത്തക്കാര്യങ്ങളെയും ഉപേക്ഷിച്ചു കളഞ്ഞ शराब जैसी बुराइयों में गिरफ्तार ധാരാളം സഹാബാക്കളുടെ ഉദാഹരണവും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതുവരെ എന്നാൽ മദ്യത്തെ പോലുള്ള ലഹരിയിൽ അടിമയായവർ പോലും അഹമ്മദിയത്ത് സ്വീകരിച്ചതിനു ശേഷം അത് ഉപേക്ഷിച്ചു കളഞ്ഞ ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. किसी कानून ഈ മാതൃകകൾ നാം നിലനിർത്തേണ്ടതാണ്. अपने मुआशरे से डरकर ही बुराइयां नहीं छोड़नी, ഏതെങ്കിലും നിയമത്തിനെ ഭയന്നുകൊണ്ടോ സമൂഹത്തെ ഭയന്നുകൊണ്ടോ उनसे बच തിന്മയെ ഉപേക്ഷിക്കരുത്. कि माँ बाप का खौफ है हमें, ये मुआशरे का खौफ है। അല്ലെങ്കിൽ മാതാപിതാക്കളോടുള്ള ഭയം കൊണ്ട് അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഭയം കൊണ്ടോ അതിൽ നിന്ന് രക്ഷപ്പെടണം എന്നല്ല. बल्कि सोच ഈ ചിന്താഗതി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ये छोड़नी है कि अल्लाह ताला और മറിച്ച് നമ്മുടെ ചിന്ത वसल्लम ने इससे അള്ളാഹുവും അവന്റെ റസൂലും ഇതിൽ നിന്ന് നമ്മെ തടഞ്ഞിരിക്കുന്നു എന്നതായിരിക്കണം. मना फरमाया है, तो हमने അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഹദ്റത്ത് മസീഹ മഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇതിനെ നിരോധിച്ചിരിക്കുന്ന കാരണത്താൽ ഇതിൽ നിന്ന് രക്ഷപ്പെടണം എന്ന ചിന്തയുണ്ടാകണം. शराब खुलेआम नहीं मिलती, മുസ്ലിം രാജ്യങ്ങളിൽ मुझे पता है തുറന്ന രീതിയിൽ മദ്യം ലഭിക്കുന്നില്ല. कानून अब उसकी इजाजत नहीं देता। പാകിസ്ഥാനിലെല്ലാം എനിക്കറിയാം छुप कर ऐसी किस्म की शराब बनाई നിയമം ഇതിന് അനുവദിക്കുന്നില്ല. जो देसी किस्म की शराब है, ഇക്കാരണത്താൽ और उसका नशा രഹസ്യമായ രീതിയിൽ ഇവർ നാടൻ മദ്യങ്ങൾ ഉണ്ടാക്കുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് താരതമ്യേന വീര്യം കൂടിയ ലഹരിയാകുന്നു. फिर मैंने देखा है कि बाज लोग स्टूडेंट यूनिवर्सिटी में स्टूडेंट को मैंने देखा है कि ऐसे सिरप या दवाइयां जिनमें अल्कोहल मिला ധനവാന്മാരായ ആളുകൾ മറ്റു മാർഗങ്ങളിലൂടെ ഉന്നത നിലവാരത്തിലുള്ള മദ്യങ്ങൾ സംഘടിപ്പിച്ചെടുക്കുന്നു. और फिर അതുപോലെ ഞാൻ കണ്ടിട്ടുണ്ട് नुकसान भी होता ചില യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള സിറപ്പുകളും മരുന്നുകളും है। माशरे में പ്രത്യേകിച്ചും ചുമയുടെ സിറപ്പുകൾ ലഹരിക്ക് പകരമായി ഉപയോഗിക്കുന്നു. അതിന്റെ ദൂഷ്യഫലങ്ങളും പിന്നീട് ഉണ്ടാകുന്നു. इसे അക്കാരണത്താൽ बुराइयों से മറ്റ് അതിന്റെ ദൂഷ്യഫലങ്ങളും പിന്നീട് ഉണ്ടാകുന്നു. കാരണം അതിൽ മറ്റു മരുന്നുകളും അടങ്ങിയിട്ടുണ്ടാകും. अलावा ऐसे ഈ ഒരു സമൂഹത്തിൽ അഹമ്മദികൾ രക്ഷപ്പെട്ടിരിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. शीशे के नाम से തങ്ങളുടെ ഇച്ഛാശക്തി കൊണ്ട് ഈ തിന്മകളിൽ നിന്നും രക്ഷപ്പെടേണ്ടത് അനിവാര്യമാണ്. ഇപ്പോൾ ഇവിടെ യൂറോപ്യൻ രാജ്യങ്ങളിലും അപകടകാരികളായ മറ്റു ലഹരികളെ കൂടാതെ ഷീഷ എന്ന പേരിൽ റെസ്റ്റോറന്റുകളിൽ, പ്രത്യേകിച്ചും മുസ്ലിം റെസ്റ്റോറന്റുകളിൽ ലഹരി പദാർത്ഥങ്ങൾ ലഭിക്കുന്നു. അതുപോലെ അമേരിക്കയിൽ ഹുക്കയുടെ പേരിൽ ലഹരി ഉപയോഗിച്ചു വരുന്നു. അത് പ്രത്യേക രീതിയിലുള്ള ഹുക്കയാണ്. അതിന് എന്തോ പേര് പറയുന്നു. इसमें नशा नहीं है, എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് इस्तेमाल करना ഇവിടെ പല യുവാക്കളും യുവതികളും याद रख ഇതിൽ ലഹരിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഷീഷ ഉപയോഗിക്കുന്നു. जो है ये एक वक्त में आएगा जब आप बड़े नशों में मुलव्वस हो जाएंगे, അല്ലെങ്കിൽ വല്ലപ്പോഴും അത് ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് അവർ ധരിക്കുന്നു. बहुत मुश्किल हो जाएगा। എന്നാൽ ഓർത്തുകൊള്ളുക, ഈ വല്ലപ്പോഴുമുള്ള ഉപയോഗം നിങ്ങളെ ഒരു സമയത്ത് വലിയ ലഹരിക്ക് അടിമയാക്കി തീർക്കുന്നതാണ്. പിന്നീട് അതിൽ നിന്നൊരിക്കലും പിന്മാറാൻ സാധ്യമല്ല. बुराई से छुटकारा पाना होगा। ആയതിനാൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഇച്ഛാശക്തി വിനിയോഗിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. അങ്ങനെ ഈ തിന്മകളിൽ നിന്നും രക്ഷപ്പെടേണ്ടതാണ്. ईमान की गर्मी ही कुव्वत इरादी पैदा कर सकती है। അതിനുവേണ്ടി നിങ്ങളുടെ ഈമാനെ നോക്കുക. फैसले करवाते ഈമാന്റെ ചൂടിലൂടെ മാത്രമേ ഇച്ഛാശക്തി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. സഹാബാക്കളുടെ മാതൃകകളിൽ നമ്മൾ കണ്ടതുപോലെ ഉടനടി വലിയ തീരുമാനങ്ങൾ എടുക്കാൻ ഇത് പ്രേരകമാകുന്നു. हैं। मैंने कहा അതല്ലാതെ कानून भी है, मिलती भी नहीं, लेकिन फिर നിയമങ്ങൾക്കിതിൽ തടയിടാൻ സാധിക്കുകയില്ല. ഞാൻ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാനിൽ നിയമങ്ങളുണ്ട്, മദ്യങ്ങൾ ലഭിക്കാറില്ല, എങ്കിലും ആളുകൾ കുടിക്കുന്നു, സംവിധാനം ഒരുക്കുകയും ചെയ്യുന്നു. कोशिश हुई जिसके लिए लोगों ने ഇതിനായി പല മാർഗങ്ങളും അവർ അവലംബിച്ചിട്ടുണ്ട്. तैयार किया कि അമേരിക്കയിൽ ഒരു കാലത്ത് തുറന്ന രീതിയിൽ മദ്യപാനം തടയുന്നതിന് ज्यादा है और പരിശ്രമിക്കുകയുണ്ടായി. मरने लगे। എന്നാൽ ആളുകൾ മറ്റു രീതികൾ അവലംബിച്ചു, സ്പിരിറ്റ് കുടിക്കാൻ തുടങ്ങി. ईमान नहीं था, इसलिए ये दुनियावी कानून की कोशिश, സ്പിരിറ്റിന്റെ ദൂഷ്യഫലങ്ങൾ വളരെയധികമാണ്. बल्कि नशे के हाथों ऐसे मजबूर हुए ഇക്കാരണത്താൽ ആളുകൾ മരിക്കാൻ തുടങ്ങി. पीकर अपने आप को नुकसान पहुंचा लेते थे। हुकूमत ने फिर कानून बनाया ഹദ്റത്ത് മുസ്ലിം മൗദ് എഴുതുന്നു, ഈമാനില്ലാത്ത കാരണത്താൽ ഭൗതികമായ നിയമങ്ങൾ വിജയിക്കാതെ വന്നു. മറിച്ച് ലഹരിക്ക് അടിമയായവർ സ്പിരിറ്റ് കുടിച്ച് തങ്ങൾക്ക് തന്നെ നഷ്ടം വരുത്തി വെച്ചു.
പിന്നീട് ഗവൺമെന്റ് ഒരു നിയമം പാസാക്കി, അതായത് ഡോക്ടർ അനുവദിക്കുകയാണെങ്കിൽ മദ്യം ലഭിക്കുന്നതാണ് എന്ന്. അതായത് ഡോക്ടറിന്റെ സമ്മതപത്രം ഒരു വ്യക്തിക്ക് ഇത് ആവശ്യമാണ് എന്ന് ന്യായീകരിക്കുകയാണെങ്കിൽ डॉक्टर जिनकी प्रैक्टिस नहीं चलती അയാൾക്ക് മദ്യം ലഭിക്കുന്നതാണ്. शुरू हो गई कि शराब पीने की सर्टिफिकेट दे തൽഫലമായിക്കൊണ്ട് ആയിരക്കണക്കിന് ഡോക്ടർമാർ एक वक्त തങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുവാൻ के कानून को വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകാൻ തുടങ്ങി. और आहिस्ता आहिस्ता उम्र की पाबंदी के साथ शराब मिलती है हर जगह. कहीं ये പ്രാക്ടീസ് കുറവുള്ള പല ഡോക്ടർമാരും ഇതൊരു വരുമാന മാർഗമായി കണ്ടുകൊണ്ട് बड़ा साथ हो तो 15-16 മദ്യം കുടിക്കുന്നതിനുള്ള സമ്മതപത്രങ്ങൾ വ്യാജമായി നൽകാൻ തുടങ്ങി. पी सकते हैं. അങ്ങനെ ഒരു സമയത്ത് നിയമത്തിന് बस ये बहाने മുട്ടുകുത്തേണ്ട സാഹചര്യം വന്നു. മെല്ലെ മെല്ലെ ഇപ്പോൾ വയസ്സിന്റെ നിബന്ധനയോടൊപ്പം എല്ലായിടത്തും മദ്യം ലഭിക്കാൻ തുടങ്ങി. जो जो ചിലയിടങ്ങളിൽ रहे हैं ഈ പ്രായപരിധി 21 വയസ്സാണെങ്കിൽ ചിലയിടങ്ങളിൽ 18 വയസ്സാണ്. ചിലയിടങ്ങളിൽ മുതിർന്ന ആരെങ്കിലും കൂടെയുണ്ടെങ്കിൽ 15-16 വയസ്സുള്ള കുട്ടികൾക്കും ചില പ്രത്യേക മദ്യം ലഭ്യമാകുന്നതാണ്. ഇതെല്ലാം തന്നെ തങ്ങളുടെ നിയമത്തിന്റെ ന്യൂനതകളിൽ മറികടാനുള്ള മാർഗങ്ങൾ മാത്രമാണ്. പുരോഗതി പ്രാപിക്കുന്തോറും തിന്മകൾക്കുള്ള അനുവാദം നൽകിക്കൊണ്ടുള്ള നിയമനിർമ്മാണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തിന്മയെ തടയാൻ സാധിച്ചില്ലെങ്കിൽ അതിന് നിയമപ്രാബല്യം നൽകുന്നു. എന്നാൽ അള്ളാഹുവിന്റെ കൽപ്പനകളിൽ തിന്മ എന്നത് എപ്പോഴും തിന്മ തന്നെയാണ്. അള്ളാഹു നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വിധേയനല്ല, മറിച്ച് നമുക്ക് നമ്മുടെ കർമ്മങ്ങളുടെ പരിഷ്കരണത്തിനായി അള്ളാഹുവിന്റെ കൽപ്പനകളെ പാലിക്കേണ്ടത് അനിവാര്യമാണ്. पैदा हो നമ്മുടെ ഈമാൻ ഉന്നത നിലവാരത്തിലുള്ളതായി തീരുമ്പോഴാണ് ഈ നിബന്ധനകൾക്ക് നാം വിധേയരായി തീരുന്നത്. आजकल की तरक्की याफ्ता दुनिया में दुनिया जो ഇന്നത്തെ कौम को പുരോഗതി പ്രാപിച്ച ലോകം जाहिल कहती है, जिसे अनपढ़ समझती है. ഏതൊരു സമൂഹത്തെയാണോ അറിവില്ലാത്തവരെന്നും അജ്ഞരെന്നും വിശേഷിപ്പിക്കുന്നത്, അവർ തങ്ങളുടെ ഈമാനിക വൈകാരികതയെ തങ്ങളുടെ ലഹരിയിൽ ആധിപത്യം സ്ഥാപിച്ചു കാണിച്ചു. दुनिया में अपने अमाल की बढ़तरी का झंडा തങ്ങളുടെ കർമ്മങ്ങളെ പരിഷ്കരിക്കുകയും ഈ ലോകത്തിൽ തങ്ങളുടെ ഉന്നത സ്വഭാവ വൈശിഷ്ട്യത്തിന്റെ കൊടി പാറിക്കുകയും ചെയ്തു. अमाल की बढ़तरी का झंडा गाड़कर दुनिया को अपने पीछे चलाया. അങ്ങനെ ലോകത്തെ തങ്ങളുടെ പിന്നാലെ സഞ്ചരിക്കുന്നവരാക്കുകയും ചെയ്തു. मामले में कुव्वत इरादी अपने അപ്പോൾ ദീനിന്റെ കാര്യത്തിൽ ഇച്ഛാശക്തി എന്നത് തങ്ങളുടെ ഈമാന്റെ ദൃഢതയാണ് എന്നത് വ്യക്തമായിരിക്കേണ്ടതാണ്. അത് നന്മ ചെയ്യുന്നതിലൂടെ നിലനിൽക്കുന്നതും തിന്മയിലൂടെ നഷ്ടപ്പെട്ടു പോകുന്നതുമാണ്. कुव्वत इल्मी है. अगर कुव्वत इल्मी किसी അതിനോടൊപ്പം തന്നെ മുൻപ് സൂചിപ്പിച്ചതുപോലെ അറിവിന്റെ ശക്തിയുണ്ട്. इल्म की वजह से होता അറിവ് है, वो दूर हो जाती है. അറിവ് ആരിലെങ്കിലും ഉണ്ടെങ്കിൽ അറിവില്ലായ്മ മൂലമുണ്ടാകുന്ന പ്രവർത്തന വൈകല്യങ്ങൾ ദൂരീകരിക്കാൻ സാധിക്കുന്നതാണ്. होती है. ഇതിന് ഭൗതിക ജീവിതത്തിലൂടെ ഉദാഹരണം നോക്കുകയാണെങ്കിൽ इंसान का जब इल्म കുട്ടികൾക്ക് ചെറുപ്പത്തിൽ പല ശീലങ്ങൾ ഉള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. ചില കുട്ടികൾക്ക് മണ്ണ് തിന്നുന്ന ശീലമുണ്ടായിരിക്കും. उसमें एक बच्चे ഇതിന്റെ ദൂഷ്യഫലത്തെക്കുറിച്ച് കുട്ടി ബോധവാനാകുമ്പോൾ തന്റെ പരിശ്രമങ്ങളിലൂടെ ആ ശീലം മാറ്റുന്നതാണ്. അതുപോലെ തന്നെ ധാരാളം ശീലങ്ങളുണ്ട്. എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടി ഉറക്കത്തിൽ മുടി വീഴ്തെടുക്കുന്ന ശീലമുണ്ട്. അങ്ങനെ സ്വയം മുറിവുണ്ടാക്കുന്നു. എന്നാൽ ആ കുട്ടി മെല്ലെ മെല്ലെ വളർന്നു വരും തോറും ഇതിനെക്കുറിച്ച് ആ കുട്ടിക്ക് ബോധ്യമുണ്ടാകുന്നു. इल्म होने से അങ്ങനെ ആ ശീലം ഉപേക്ഷിക്കാൻ അവർ പരിശ്രമിച്ചു വരുന്നു. बस इसी तरह അപ്പോൾ അറിവുണ്ടാകുമ്പോൾ ഈ ശീലം ഒരു പരിധിവരെ അവസാനിക്കുന്നതാണ്. कुछ खुदा का खौफ ആകയാൽ ഈ രീതിയിൽ के गुनाह ആർക്കാണോ ദൈവഭയമുള്ളത് और खुदा ताला की नाराजगी का सही एहसास दिला दिया जाए, അവന് ദുഷ്കർമ്മങ്ങളെക്കുറിച്ചും पर मजबूत कर ദൈവഭയത്തെക്കുറിച്ചും के गुनाह ശരിയായ രീതിയിൽ ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ का अल्लाह ताला ദുഷ്കർമ്മങ്ങൾ മൂലം ദൈവം ഏത് രീതിയിലാണ് പിണങ്ങുന്നത് എന്ന ബോധ്യമുണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ तीसरी चीज അവൻ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ പരിശ്രമിക്കുന്നതാണ്. होती है वो अमली कुव्वत का മൂന്നാമത്തെ കാര്യം, फुकदान है. പ്രവർത്തന വൈകല്യങ്ങൾ ഉണ്ടാകുന്നത് കർമ്മശക്തിയുടെ ന്യൂനത മൂലമാണ്. आज लोग ये शायद समझ रहे हों कि बातें दोहराई जा रही हैं. बेशक बातें दोहराई ചില ആളുകൾ കരുതുന്നുണ്ടാകും ഞാൻ ഈ വിഷയം ആവർത്തിക്കുകയാണ് എന്ന്. कर हो रहा है. ഒരുപക്ഷെ വിഷയം ആവർത്തിക്കുന്നുണ്ടാകാം. പക്ഷേ മനസ്സിലാക്കുന്നതിന് വേണ്ടി വ്യത്യസ്തമായ വീക്ഷണകോണുകളിൽ കൂടിയാണ് ഞാൻ ഇതിനെ അവതരിപ്പിക്കുന്നത്. എന്തായാലും കർമ്മശക്തിയുടെ ദൗർലഭ്യത അല്ലെങ്കിൽ കർമ്മശക്തി ഇല്ലാതിരിക്കുന്നതിനും ചില കാരണങ്ങളുണ്ട്. आदत है. അതും അറിഞ്ഞിരിക്കുക. एक शख्स में ഒരു കാരണം ശീലമാണ്. कुव्वत ഉദാഹരണത്തിന് ഒരു വ്യക്തിക്ക് लेकिन आदत की वजह से मजबूर होकर ഇച്ഛാശക്തിയുണ്ട്, खा रहा होता അറിവുണ്ട്. പക്ഷേ ശീലം കാരണം
നിർബന്ധിതനായിക്കൊണ്ട് അവൻ പ്രവർത്തനങ്ങളിൽ ന്യൂനത കാണിക്കുന്നു. कि खुदा ताला का कुर्ब हासिल हो सकता है, लेकिन അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ദൈവസാമീപ്യം പ്രാപിക്കാൻ സാധിക്കുമെന്ന് അറിയാമായിരുന്നിട്ടും मादी नुकसान ഭൗതിക വസ്തുക്കൾക്ക് വേണ്ടി जज्बात സ്നേഹവികാരങ്ങൾക്ക് കീഴ്പ്പെട്ട് അല്ലെങ്കിൽ ഭൗതിക വസ്തുവകൾ നഷ്ടപ്പെടുമെന്ന ഭയം കാരണത്താൽ അള്ളാഹുവിന്റെ സാമീപ്യം നേടുന്നതിൽ നിന്ന് വിദൂരസ്ഥനായി കഴിയുന്നു. ऐसे लोगों के लिए अंदरूनी के बजाय അങ്ങനെയുള്ള വ്യക്തികൾക്ക് ആന്തരികമായ രീതിയിൽ ചികിത്സിക്കുന്നതിന് പകരം ബാഹ്യമായ ചികിത്സകൾ അനിവാര്യമാണ്. इसी से कुव्वत अमल में बेहतरी पैदा हो सकती है जो बैरूनी इलाज की ബാഹ്യമായ രീതികൾ അവലംബിക്കുന്നതിലൂടെ മാത്രമേ കർമ്മശേഷിയിൽ പുരോഗതി പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. अगर सही सहारा मिल जाए तो ഇതിന് ശരിയായ പിന്തുണ ആവശ്യമുണ്ട്. बस इस्लाह के लिए ശരിയായ പിന്തുണ ലഭിക്കുകയാണെങ്കിൽ सही सहारे की അവർ പുരോഗതി പ്രാപിക്കുന്നതാണ്. അപ്പോൾ കർമ്മ സംസ്കരണത്തിനായി किसी बात का इल्म हो, ഈ ശരിയായ പിന്തുണയെ അന്വേഷിക്കേണ്ടതാണ്. ഒരു വ്യക്തിക്ക് മുൻകൂട്ടി തന്നെ ഒരു കാര്യത്തെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ അവന്റെ സംസ്കരണത്തിന് കൂടുതൽ അറിവ് അനിവാര്യമല്ല. അതായത് തിന്മ ചെയ്താൽ ദൈവകോപം ഉണ്ടാകുമെന്ന് അറിവുള്ള വ്യക്തിയെ ദൈവകോപത്തെപ്പറ്റി പറയുന്നത് അവനിൽ യാതൊരുവിധ പ്രയോജനവും ചെയ്യുകയില്ല. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സ്നേഹത്തെ കരസ്ഥമാക്കുക എന്നതിനെ കുറിച്ചുള്ള അറിവുള്ളയാൾക്ക് അള്ളാഹുവിന്റെ സ്നേഹത്തെക്കുറിച്ച് കൂടുതലായി ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അവന് മുൻപേ തന്നെ ഇതിനെക്കുറിച്ച് അറിയാവുന്നതാണ്. അപ്പോൾ ഇച്ഛാശക്തി അവനിലുണ്ട്, എന്നാൽ അത് പരിപൂർണമല്ല. അറിവും മുൻപ് പറഞ്ഞതുപോലെ दिल के जंग की वजह से നമ്മളും അവന് പകർന്നു നൽകി. അതുകൂടാതെ അവന് നേരത്തെ തന്നെ ഈ വിഷയ സംബന്ധമായ അറിവുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ സ്നേഹമോ അള്ളാഹുവിന്റെ കോപമോ അവന്റെ ഹൃദയം തുരുമ്പിച്ചിരിക്കുന്ന കാരണത്താൽ അവനിൽ വലിയൊരു പ്രഭാവം ഉണ്ടാക്കുന്നില്ല. सामने की चीजें तो नजर आ रही हैं, അപ്പോൾ അവന് മറ്റു ചില കാര്യങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. इतना कामिल नहीं तो खुदा ताला भी उसकी नजरों से ओझल हो गया, इसलिए वो खुदा ताला से नहीं डरता. എന്തെന്നാൽ അള്ളാഹു അവന്റെ ദൃഷ്ടിയിൽ നിന്ന് പറഞ്ഞിരിക്കുകയാണ്. जिनसे അവൻ പറയുന്നത് അള്ളാഹുവിനെ കാണാൻ സാധിക്കുന്നില്ല എന്നാണ്. ऐसे शख्स के दिल में अगर बंदे का रोब डाल दें या मादी അവന് മുമ്പിലുള്ള പലതിനെയും അവന് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ആരുടെ വിശ്വാസമാണോ പരിപൂർണമല്ലാത്തത് അവന്റെ ദൃഷ്ടിയിൽ നിന്നും അള്ളാഹു മറഞ്ഞിരിക്കുന്നതാണ്. ആയതിനാൽ അവൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ല. അങ്ങനെയുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ ചില വ്യക്തികളെ ഭയപ്പെടുന്നു എന്നതാണ്. അത്തരക്കാരുടെ ഹൃദയത്തിൽ ചില വ്യക്തികളുടെ ഭയം ഇട്ടുകൊടുക്കുകയാണെങ്കിൽ बहरहाल ये तीनों അല്ലെങ്കിൽ ഭൗതികമായ മാർഗങ്ങളെ അവലംബിച്ചുകൊണ്ട് അവന്റെ പരിഷ്കരണം നടത്തുകയാണെങ്കിൽ അത്തരക്കാരുടെ പരിഷ്കരണവും സാധ്യമാകുന്നതാണ്. എന്നാൽ ഈ ഭൗതികമായ മാർഗങ്ങൾ की वजह ईमान ഭൗതികമായ നിയമങ്ങളെ പോലെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി പരിഷ്കരണത്തിൽ നിന്നും ഭയന്ന് പിന്മാറുന്നവാകരുത്. इस वजह से है ഇന്നത്തെ നിയമങ്ങൾ അതുപോലുള്ളവയാണ്. എന്തായാലും ഈ മൂന്ന് രീതിയിലുള്ള ആളുകളും ലോകത്തുണ്ട്. ഈ രോഗങ്ങളുമുണ്ട്. ചില ആളുകളുടെ പ്രവർത്തന വൈകല്യത്തിന് കാരണം വിശ്വാസത്തിന്റെ അപൂർണതയാണ്. ചില ആളുകളുടെ പ്രവർത്തന വൈകല്യത്തിന് കാരണം അവരിലെ അറിവിന്റെ അപൂർണതയാണ്. ചില ആളുകൾക്ക് അറിവും ഈമാനും ഉണ്ടെങ്കിലും അവരിൽ മറ്റു മാർഗങ്ങളിലൂടെ അവരിൽ ഉണ്ടാകുന്ന തുരുമ്പിനെ മാറ്റാൻ ഈ രണ്ട് ചികിത്സാ മാർഗങ്ങൾക്കും സാധ്യമല്ല. അവർക്ക് ബാഹ്യമായ ചികിത്സ അനിവാര്യമായി വരുന്നു. ഏതെങ്കിലും പിൻബലത്തിന്റെ ആവശ്യമായി വരുന്നു. ഉദാഹരണത്തിന് ആരുടെയെങ്കിലും എല്ലിന് ഒടിവ് സംഭവിച്ചാൽ डाली जाती हैं, എല്ലുകൾ കൂടിച്ചേരുന്നതിന് പ്ലാസ്റ്റർ ചെയ്ത് പിൻബലം നൽകാറുണ്ട്. हड्डी जुड़ जाती है और ചിലപ്പോൾ എല്ലുകൾക്ക് ബലമുണ്ടാകുന്നതിന് ഓപ്പറേഷൻ മുഖേന പ്ലേറ്റുകൾ ഇടാറുണ്ട്. മെല്ലെ മെല്ലെ എല്ലുകൾ ശരിയാവുകയും ഈ സപ്പോർട്ട് എടുത്തു കളയുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ചില മനുഷ്യരിൽ കുറച്ചു കാലത്തേക്ക് പിൻബലം ആവശ്യമായി വരുന്നു. മെല്ലെ മെല്ലെ ഈ പിൻബലത്തിലൂടെ അവൻ സ്വയം പ്രവർത്തിക്കുന്നതിനാവശ്യമായ ഊർജം കരസ്ഥമാക്കുന്നു. അങ്ങനെ പ്രവർത്തന വൈകല്യങ്ങൾ അകലുകയും ചെയ്യുന്നതാണ്. हमारे ओहदेदार हमारी ഞാൻ കഴിഞ്ഞ ഖുതുബയിലും പറഞ്ഞിരുന്നു, നമ്മുടെ ജമാഅത്ത് സംവിധാനവും നമ്മുടെ ഭാരവാഹികളും നമ്മുടെ കീഴ്ഘടകങ്ങളും ये लोग ഈ പ്രവർത്തന വൈകല്യത്തെ ദൂരീകരിക്കുന്നതിനുള്ള പിൻബലമായി തീരേണ്ടതാണ്. എന്നാൽ സ്വയം ഈ ഭാരവാഹികളിൽ ഇച്ഛാശക്തി ഇല്ല എങ്കിൽ, അറിവില്ല എങ്കിൽ, പ്രവർത്തന വൈകല്യങ്ങളുണ്ടെങ്കിൽ न बन सकेंगे. बस जो മറ്റുള്ളവർക്ക് പിൻബലമാകുന്നത് എങ്ങനെയാണ്? काम के हर हिस्से ആയതിനാൽ बल्कि ജമാഅത്തിന്റെ മുന്നേറ്റത്തിനായി अपना जायजा लेते हुए अपनी इस्लाह की भी जरूरत है. സംവിധാനത്തിന്റെ ഓരോ ഭാഗവും തന്നെ गरीबियों
जो മറിച്ച് ഓരോ അഹമ്മദിയും തന്നെ हैं उनका सहारा बनने की जरूरत है। തങ്ങളുടെ ആത്മപരിശോധന നടത്തിക്കൊണ്ട് जमात का हर फर्द अमली തങ്ങളെ പരിഷ്കരിക്കേണ്ടത് അനിവാര്യമാണ്. छूने वाला बन जाए और തങ്ങളുടെ സുഹൃത്തുക്കളുടെയും ഉറ്റവരുടെയും ന്യൂനതകളിൽ അകപ്പെട്ടിരിക്കുന്നവരുടെയും പിൻബലമായി തീരേണ്ടതാണ്. അങ്ങനെ ജമാഅത്തിലെ ഓരോ വ്യക്തിയും തന്നെ കർമ്മപരമായ പരിഷ്കരണത്തിന്റെ ഉന്നത നിലവാരം കരസ്ഥമാക്കുന്നവരായി തീരേണ്ടതാണ്. അങ്ങനെ ഈ രീതിയിൽ അള്ളാഹുവിന്റെ സാമീപ്യം പ്രാപിക്കുന്നവരായി തീരുകയും ചെയ്യട്ടെ. അള്ളാഹു താല നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമസ്കാരത്തിന് ശേഷം ഞാനൊരു ജനാസ ഗായിബ് നമസ്കരിപ്പിക്കുന്നതാണ്. 14 जनवरी ഒരു വേദനാജനകമായ വാർത്തയുണ്ട്. हो गई। അസ്ലാൻ സർവർ ഇബ്നു മുഹമ്മദ് സർവർ സാഹിബ് രാവൽപിണ്ടി ये वाकया ജനുവരി 14 ഷഹാദത്ത് സംഭവിക്കുകയുണ്ടായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. पहले इनके खानदान के तारुफ की रात को ഈ സംഭവം എങ്ങനെയാണ്? अरसलान सरवर साहब के दादा मोहम्मद यूसुफ साहब का ताल्लुक ആദ്യം ഞാൻ ഇവരുടെ चक नंबर 55 गांव पे तहसील जड़ा കുടുംബത്തെ ചെറിയ രീതിയിൽ പരിചയപ്പെടുത്തുന്നതാണ്. शहीद मरहूम के वालिद അസ്ലാൻ സർവർ സാഹിബിന്റെ വല്യാപ്പ മുഹമ്മദ് യൂസുഫ് സാഹിബ് സെക്ടർ നമ്പർ 55 ജറ്റാൻവാല ഫൈസലാബാദ് ജില്ലയിൽ ഉള്ളവരാണ്. ഷഹീദ് മർഹൂമിന്റെ പിതാവും വല്യാപ്പയും पिंडी शिफ्ट हो गई। മൂന്നാം ഖിലാഫത്ത് കാലഘട്ടത്തിൽ 1973 ബയ്യത്ത് ചെയ്തത്. ഇദ്ദേഹത്തിന്റെ മാതാവ് ജന്മന അഹമ്മദിയാണ്. तो अरसलान सरवर मरहूम 1984 ഈ കുടുംബം റാവൽപിണ്ടിയിലേക്ക് മാറി താമസിക്കുകയുണ്ടായി. एफएससी प्री इंजीनियरिंग മർഹൂമിന്റെ പിതാവ് ഇവിടെ ഫ്ലോർ മില്ലിൽ സൂപ്പർവൈസറായിരുന്നു. वफात के वक्त इनकी उम्र 17 साल थी। അസ്ലാൻ സർവർ ഷഹീദ് മർഹൂമിന്റെ ജനനം റാവൽപിണ്ടിയിലായിരുന്നു. 13-14 जन ഇസ്ലാമാബാദിൽ FSC പ്രീ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു. अपने मोहल्ले के गैर अहमदी दोस्तों के हमरा गली में 12 रबीउल अव्वल के हवाले से लाइटिंग വഫാത്ത് സമയത്ത് ഇദ്ദേഹത്തിന്റെ പ്രായം 17 വയസ്സായിരുന്നു. गाड़ी गली के आखिर അസ്ലാൻ സാഹിബിന്റെ ഷഹാദത്ത് സംഭവം ഇപ്രകാരമാണ്. और इसके कुछ देर बाद एक 13-നും 14-നും മധ്യയുള്ള രാത്രി 1 മണിയോടടുത്ത് इनके खड़े होने से തന്റെ ചില അനഹമ്മദി സുഹൃത്തുക്കളുമൊത്ത് करीब തെരുവിൽ റബീഉൽ അവൽ 12-നോടനുബന്ധിച്ച് ലൈറ്റിംഗും മറ്റു ഒരുക്കങ്ങളും നടത്തുകയായിരുന്നു. ഒരു വാഹനം തെരുവിന്റെ അറ്റത്ത് വന്നു നിന്നു. കുറച്ചു നേരത്തിനു ശേഷം ഒരു മോട്ടോർ ബൈക്കും ഈ വാഹനത്തിന്റെ സമീപത്ത് വന്നു നിന്നു. और अरसलान ഇവർ വരുന്നതിന് മുമ്പ് വാഹനത്തിലുണ്ടായിരുന്ന 2 ആളുകൾ അഴുക്ക് കൂനയിൽ നിന്നും നേരത്തെ അവിടെ വെച്ചിരുന്ന വെള്ള നിറത്തിലുള്ള ഒരു വലിയ സഞ്ചി എടുത്തുകൊണ്ടുവന്നു. इस पर गाड़ी में से एक आदमी निकला और उसने पहले 2 ഇതേ സമയത്ത് തെരുവിലുണ്ടായിരുന്ന അസ്ലാൻ സർവർ സാഹിബും മറ്റ് അനഹമ്മദി സുഹൃത്തുക്കളും ഇവരെ കാണുകയുണ്ടായി. जिस पर वो സംശയം തോന്നിയവർ പരസ്പരം കൂടിയാലോചിച്ച ശേഷം മുതിർന്നവരെ ഉണർത്താൻ തീരുമാനിച്ചു. അസ്ലാൻ സാഹിബ് गली में ബഹളമുണ്ടാക്കിയപ്പോൾ വാഹനത്തിൽ നിന്ന് ഒരാൾ പുറത്തിറങ്ങി ആകാശത്തേക്ക് 2-3 ഫയർ വെടിവെച്ചു. बाएं थे। ഇതിൽ കുട്ടികൾ ഒച്ചപ്പാടുണ്ടാക്കിക്കൊണ്ട് തെരുവിന്റെ അറ്റത്തേക്ക് ഓടി. അതിലൊരാൾ പുറകെ വന്ന് जब 2-3 വെടിയുതിർത്തു. पीछे मुड़ അസ്ലാൻ സർവർ സാഹിബ് ഓടുമ്പോൾ മറ്റു 2 സുഹൃത്തുക്കളുടെയും മധ്യത്തിലായിരുന്നു. के भी गली തെരുവിലെ गाड़ियों के पीछे लेट गए, വെടിയുതിർത്ത അടയാളങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് भाग गए। മറ്റു 2 കുട്ടികളെയും വെടിവെച്ചിരുന്നു എന്നാണ്. അവർ ഇടത്തും വലത്തുമാണ് ഉണ്ടായിരുന്നത്. भी है वहाँ അസ്ലാൻ സാഹിബ് ഓടുന്നതിനിടയിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ कोशिश तो की डॉक्टर ने, लेकिन डॉक्टर ने തലയിൽ വെടികൊണ്ടു. लेकिन उनके दिमाग മറ്റു കുട്ടികൾ അവിടെ നിർത്തിയിട്ടിരുന്ന വണ്ടിയുടെ പിൻഭാഗത്ത് കിടക്കുകയുണ്ടായി. घंटे के बाद അക്രമി കുറച്ചു ദൂരം പിന്തുടർന്ന ശേഷം മടങ്ങിപ്പോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും അസ്ലാൻ സർവർ സാഹിബ് और അടുത്തു തന്നെയാണ് റാവൽപിണ്ടി ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നത്. ഡോക്ടർമാർ പരിശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. തലച്ചോറിൽ വെടിയേറ്റ കാരണത്താൽ രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് ആദ്യം തന്നെ ഡോക്ടർമാർ പറഞ്ഞിരുന്നു. 14 साल രക്തം നൽകപ്പെട്ടു. ഏകദേശം 3 മണിക്കൂർ ശേഷം അസ്ലാൻ സർവർ സാഹിബ് ഷഹീദായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. कर रहा था। എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടവനായിരുന്നു. അവിടെയുള്ള അനഹമ്മദി സുഹൃത്തുക്കളെല്ലാം തന്നെ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് അനുശോചനം അറിയിച്ചിരുന്നു. മൂസിയായിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ 14 വയസ്സിൽ തന്നെ വസിയത്ത് ചെയ്തിരുന്നു. ഖുദാമൽ അഹമ്മദിയ സാറ്റലൈറ്റ് ടൗണിന്റെ സായിക്കായിക്കൊണ്ട് സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. അത്ഫാലുൽ അഹമ്മദിയായാലും മുമ്പ് ധാരാളം സേവനങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ട്. बड़े फाल रुकन है ഇദ്ദേഹത്തിന്റെ സഹോദരനും और हिफाजती ड्यूटी വ്യത്യസ്തമായ ജമാഅത്ത് സേവനങ്ങളിൽ കർമ്മനിരതനാണ്. मुरब्बी साहब रावलपिंडी ने बताया, റാവൽപിണ്ടി കായ്സ പറയുന്നു, हज़रत मसीह मौद अलैहिस्सलाम की അസ്ലാൻ സർവർ സാഹിബും मरहूम का അദ്ദേഹത്തിന്റെ എല്ലാ സഹോദരന്മാരും नमाजों ഖുദാമൽ അഹമ്മദിയായുടെ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിരുന്നു. സെക്യൂരിറ്റി ജോലികളിലും മറ്റ് ദീനീ സേവനങ്ങളിലും മുൻനിരയിൽ നിന്ന് ഖിദ്മത്ത് ചെയ്യുന്നവരായിരുന്നു. റാവൽപിണ്ടിയിലെ റബ്ബി സാഹ് പറയുന്നു, എപ്പോഴും ഇദ്ദേഹത്തിന്റെ ഓഫീസിൽ വന്നുകൊണ്ട് ഷഹീദ് മർഹൂം മസീഹ് മൗദ് ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുമായിരുന്നു. നമസ്കാരത്തിൽ കൃത്യനിഷ്ഠനുള്ളവനായിരുന്നു. നമസ്കാരം വളരെ വേദനാനിർഭരമായി കൊണ്ട് അനുഷ്ഠിക്കുമായിരുന്നു. കൃത്യമായി ജുമാ നമസ്കാരം ഐവാനെ തൗഹീദിൽ അനുഷ്ഠിക്കുമായിരുന്നു. പോലീസിന്റെ സെക്യൂരിറ്റി അവിടെ ഉണ്ടായിരുന്നു. പല കർശനമായ നിയമങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിൽ തന്നെയും
सबर और ചന്തയിൽ കൃത്യനിഷ്ഠയുള്ള വ്യക്തിയായിരുന്നു. मरहूम के पसमानगान में वालिद मुकर्रम मोहम्मद सल्लल्लाहु അള്ളാഹു മർഹൂമിന്റെ സ്ഥാനങ്ങൾ ഉയർത്തുമാറാകട്ടെ. अलैहि हल्का കാരുണ്യത്തിന്റെയും പൊറുക്കലിന്റെയും മാർഗത്തിൽ इशत परवीन साहिबा और इसके अलावा പെരുമാറുമാറാകട്ടെ. ഇദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും ക്ഷമയും സമാധാനവും സ്ഥൈര്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. മർഹൂമിന്റെ കുടുംബത്തിൽ പിതാവ് മുഹമ്മദ് സർവർ സാഹിബ് അൽക്കയിലെ സെക്രട്ടറി ദാവത്തല്ല, മാതാവ് ഇഷത് പർവീൻ സാഹിബ എന്നിവരെ കൂടാതെ 3 സഹോദരങ്ങൾ. യാസിർ അഹമ്മദ് ജർമ്മനിയിലാണ്, നാസർ അഹമ്മദ് അമേരിക്കയിലാണ്, മുഹമ്മദ് അഹമ്മദ് റാവൽപിണ്ടിയിലാണ്. അള്ളാഹു എല്ലാവർക്കും ക്ഷമാ പ്രദാനം ചെയ്യുമാറാകട്ടെ. الحمدلله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.